Hello everyone, welcome back again. ഇന്നത്തെ വീഡിയോ രണ്ട് സൂപ്പ് റെസിപ്പീസാണ്. ഒന്ന് മഷ്റൂം സൂപ്പ്, രണ്ടാമത്തത് ബ്രൊക്കോളി സൂപ്പ്. ഈ രണ്ട് സൂപ്പിൻ്റെ റെസിപ്പീസും ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് സൂപ്പ് ചെയ്തതും ഇംഗ്ലീഷിലായിരുന്നു ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു അതൊന്ന് മലയാളത്തിൽ ചെയ്യുമെന്ന്. ഇത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തത് കീറ്റോ LCHF ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത റെസിപ്പീസായിരുന്നു. ഇത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റേറിയൻസിനും കൂടെ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മഷ്റൂം സൂപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. മഷ്റൂം സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ബട്ടറിൻ്റെ കൂടെ നമ്മൾ ഒലീവ് ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബട്ടർ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലി റൗണ്ടിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണത്? മഷ്റൂം. ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ താനെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇത് മൊത്തമായിട്ട് എടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർക്കാം. ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മഷ്റൂം. ഇനി ഒട്ടും തരിയില്ലാതെ നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് വേണമെന്നുള്ളവർ നമുക്കിത് അരിച്ച് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അരിക്കാതെ തന്നെയാണ് ചേർത്തത്. ഇനി മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് റിൻസ് ചെയ്തിട്ട് കുറച്ചുകൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾറെഡി കുക്ക്ഡ് ആണ്. അതുകൊണ്ട് ഇനി കൂടുതൽ സമയം തിളപ്പിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നല്ല ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ
നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ക്രീമി മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യണ ഒരു പണി കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് മല്ലിയില വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നു. സൂപ്പ് റെഡി. അപ്പോൾ ഈ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സൂപ്പിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അടുത്ത സൂപ്പ് എന്ന് പറയുന്നത് ബ്രൊക്കോളി യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. ടേസ്റ്റി ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ആദ്യമേ ഒന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്സ് വേറെയും അതിൻ്റെ ഫ്ലവർ വേറെയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഉള്ളി, സവാള അരിഞ്ഞത്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ കുരുമുളക് പൊടി, ബട്ടർ, പിന്നെ സോൾട്ട്, പിന്നെ ഞാൻ കുറച്ച് ഒരു ഒറിഗാനോ എന്ന് പറഞ്ഞാൽ ഒരു ഹെർബാണിത്, അതിൻ്റെ ഒരു ഡ്രൈഡ് ഹെർബാണ്. പിന്നെ ഒലീവ് ഓയിൽ വേണം, ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചീസാണ്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ്, മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് വെള്ളം വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒലീവ് ഓയിലും ബട്ടറും ചേർത്ത് കൊടുത്തു. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. അതിലേക്ക് ഗാർലിക്, വെളുത്തുള്ളി അതാണ് ചേർത്തത്. ചോപ്പ് ചെയ്തിട്ട് ചേർക്കണമെന്നൊന്നുമില്ല, നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ട് ബ്രൊക്കോളിയുടെ സ്റ്റോക്സ് ആണ്. സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തണ്ട് കുറച്ച് ഹാർഡായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്തു, ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്റ്റോക്സ് കുറച്ച് ഹാർഡായത് കാരണം നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കവർ ചെയ്യുക, കുറച്ച് സമയം കുക്ക് ചെയ്യാം. ഇതിപ്പോൾ അല്പസമയം കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്റ്റോക്സൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതൊരു സ്ട്രെയിനറിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സൂപ്പ് കിട്ടും. ഇനി നമ്മൾ സെയിം പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന
ബ്രക്കോളിയുടെ ഫ്ലവർ ആഡ് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ അല്പസമയം കഴിഞ്ഞു. ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ബ്രൊക്കോളിയുടെ ഫ്ലവറൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രൊക്കോളിയുടെ സ്റ്റോക്ക് അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശകലം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ബോയിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രഷ് ക്രീം വെച്ച് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി സൂപ്പ് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. വെജിറ്റേറിയൻസിനും കൂടെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 സൂപ്പ് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.